ഇല്ല മറന്നിട്ടില്ല. ബർത്ത്ഡേ ഞാൻ എൻ്റെ ബർത്ത്ഡേ വരെ മറന്നുപോയി. അല്ല നമ്മുടെ ആയാലും പിള്ളേരുടെ ആയാലും എല്ലാം ഓർത്തിരുന്ന്. കള്ളം പറയുന്നു. എപ്പോഴാ നിങ്ങൾ എപ്പോഴാ മറന്നേ? ഇത്ര ഞാൻ അഭിനയിക്കുമായിരുന്നു. ഞാൻ എൻ്റെ അടുത്ത ഇവിടെ ബിഗ് ബോസിൽ വിൻ ചെയ്തു എൻ്റെ അടുത്ത് അടി നിന്നെ ഞാൻ ട്രിഗർ ചെയ്ത് നിന്റെ യഥാർത്ഥ തനി കുണം ഞാൻ പുറത്തുണ്ട്. ഇല്ല മീൻസ് നമ്മള് സെലിബ്രേഷനും കാര്യങ്ങളും അങ്ങനൊന്നും ഇല്ല. പക്ഷെ ഓർത്തിരിക്കാറുണ്ട് ബർത്ത്ഡേസിൽ. ഓർത്തിരിക്കാറുണ്ട് പിള്ളേരെയൊക്കെ ഓർത്തിരിക്കാറുണ്ട്. എന്റെ ഓർത്തിരിക്കാറുണ്ട്. എൻ്റെ എന്താ 15/3/2012 വെൽഡിംഗ് ആനിവേഴ്സറിയും. വെൽഡിങ്ങോ അങ്ങനെയല്ലേ പറയുന്നത്? ഹാപ്പി വെൽഡിംഗ് ആനിവേഴ്സറി. ഇവരുടെ അമ്മ ഇങ്ങനെ താക്ക ഊതി പരിപ്പിച്ചോണ്ട് വന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കുഴിച്ചതാ. വെഡിങ് ആനിവേഴ്സറിക്ക് രാവിലെ എണീറ്റ് രണ്ടുപേരും വിഷ് ചെയ്യാ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ വിഷ് ചെയ്തിട്ടില്ല ഇതുവരെ. ഞാനും വിഷ് ചെയ്തിട്ടില്ല. എന്നെ വിഷ് ചെയ്തിട്ടുണ്ട്, ഉമ്മയും തന്നിട്ടുണ്ട്. അച്ഛടാ അയ്യേ അഖിലേണ്ണ അതുപോലെ ഓർമ്മയില്ല. ഇപ്പൊ അഖിലേണ്ണ എന്റെ ജീവിതത്തിൽ എനിക്ക് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ മറന്നുകാടി എന്നാ ഗതികെട്ടങ്ങാടി ചെയ്തത് എനിക്ക് ഓർമ്മയൊന്നുമില്ല കേട്ടോ. സത്യം പറഞ്ഞു എനിക്കങ്ങനെ. പിന്നെ നിങ്ങളെ അടുക്കളയിലെ ലീലാവിലാസ കൊച്ചിന്റെ വായിന്നൊക്കെ വന്ന് ബിഗ് ബോസ് ഹൗസിൽ. ഇനി ഭയങ്കര റൊമാൻറ്റിക് ആണല്ലേ? അതൊക്കെ അത് വലിയ പാടുള്ള പരിപാടിയല്ലല്ലോ. പുറമെ ഭയങ്കര ടഫാന്ന് കാണിക്കാ. വീട്ടിൽ ഞാൻ വെറും കൂറയാ. ഓക്കെ ശകലേണ്ട റൊമാൻസ് ഒക്കെ ഓക്കെ. ആരായിരിക്കും ഒരടി തുടങ്ങണം എപ്പോഴും തുടങ്ങി വെക്കാരായിരിക്കും? ഇവളായിരിക്കും. ഞാനും കാണിക്കണമല്ലോ. എപ്പോഴും 2 വർഷം മുന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ അടിയൊന്നും ഇല്ലെങ്കിൽ ഒരു ഇപ്പോഴത്തേക്ക് നമുക്ക് കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ പഴയ കണ്ടന്റ് എടുത്തോട്ടെ. ചേട്ടാ സ്ട്രാറ്റജി ഒക്കെ ഇറക്കാറുണ്ടാ? എന്തായാലും പറഞ്ഞിങ്ങനെ കുടുംബം ചൊറിഞ്ഞോണ്ട് വരും എൻ്റെ അടുത്ത്. എന്റെ പറഞ്ഞാൽ വിട്ടാ കിട്ടാതെ. എനിക്ക് പണ്ട് എനിക്ക് നുള്ളു കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. നുള്ളു വെച്ചാൽ നല്ലോണം വേദന. എന്റെ അണ്ണന്റെ നുള്ളു ഇവിടെ തന്നെ. ഞാനേ ഇവിടെ എൻ്റെ അടുത്ത് വടക്കുണ്ടാക്കിട്ട് നോവിച്ചാല് ഇവളത് ഇങ്ങനെ ഇരിക്കും. കടിച്ചാലും നോവിച്ചാലും ഒക്കെ ഉണ്ടല്ലോ ഇത് വേദനിക്കാത്ത രീതിയിലങ്ങ് ഇരിക്കും. അത് ഇഷ്ടമാന്ന് തോന്നുന്നു. എന്നിട്ട് പിന്നെ ഒരാഴ്ച പാട് കാണും. അത് നോക്കിക്കോണോ എന്റെ അണ്ണൻ. ഇന്ന് രാത്രി എനിക്ക് ഇവിടെ ഒരു കടി ഉമ്മ നിന്നിട്ട് വേണം ഈ ലവ് ബൈറ്റ് നാളത്തെ ഇന്റർവ്യൂല് കാണണം. ഒരുപാട് നാളത്തെ ഇന്റർവ്യൂവിൽ ആൾക്കാർ ചോദിക്കട്ടെ ഇവിടെ ഒരു കടി എനിക്ക് ഒന്നുമില്ല. ഇവര് ശരിക്കും റൊമാൻറ്റിക്കാ നമ്മുടെ മുമ്പിലൊക്കെ അഭിനയിക്ക. അയ്യോ കിണാന്ന് ഇതെന്താടാ നെഞ്ചത്ത്. ഇതായിരുന്നു. അയ്യോ കണ്ട ടാസ്ക് വന്നപ്പോ ചേച്ചി സംസാരിക്കാൻ തുടങ്ങിയണ്ട. ഇനി പല കാര്യങ്ങളും ഞാൻ പുറത്തെടുക്കും. ഞാൻ ചോദിക്കണ്ട അമ്മൂമ്മയുടെ ചോദ്യം. കണ്ട ഇപ്പൊ ഈ കഥ പുറത്തു വന്നില്ലേ? ഇത് ഞാൻ പഴയ പടത്തിൽ ജഗതിച്ചേട്ടൻ ഒരു ഇന്റർവ്യൂ നേരിട്ട് രമണയിരിക്കും ഗോപാലൻ അല്ല നീ ചോദിക്കണോ തന്നെ അമ്മൂമ്മയുടെ മഹാചര്യത്തിനത്. ഓക്കെ ഫുഡ് കഴിക്കാൻ മടി ആർക്കാണ്? യോക്കും ഉണ്ട് കേട്ടോ. ഞാൻ കറക്റ്റ് സമയത്ത് അങ്ങനെ ഫുഡ് ടേസ്റ്റ് വേറെയാണ്. എന്തൊക്കെയാ ഫുഡ് ടേസ്റ്റ്? നമുക്ക് ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബിരിയാണിയുടെ ആളാണ്. ഞാൻ ഇതൊന്നും കഴിക്കാറുമില്ല. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാം കഴിക്കും. എന്റെ അണ്ണൻ എന്താ ഏറ്റവും ഇഷ്ടം ചേച്ചി ഉണ്ടാക്കുന്നതില്? അവളൊരു എല്ലാം നന്നായിട്ട് ഉണ്ടാക്കും.